ശ്ലോകം 6. വേണുരന്ധ്രതരളാങ്കുലീദളം. ആ വേണുവിൻ്റെ രന്ധ്രങ്ങൾ, ദ്വാരങ്ങൾ, ആ ദ്വാരങ്ങളിൽ അങ്കുലികൾ, ആ വിരലുകൾ തരളമായിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ച്. ഭഗവാൻ മനോഹരമായിട്ടുള്ളതായ ഗാനം അവരെ കേൾപ്പിക്കുന്നു. അതിനനുസരിച്ച് താളസഞ്ചലിത പാദപല്ലവം, പല്ലവം പോലെ, തളിര് പോലെ മനോഹരമായിട്ടുള്ള പാദങ്ങൾ കൊണ്ട് താളത്തിൽ, മനോഹരമായി താളത്തിൽ ചലിച്ചുകൊണ്ട് ഭഗവാൻ ആ ഓടക്കുഴൽ വിളിക്കുകയുണ്ടായി. കൈകൾ ആ ഓടക്കുഴലിൻ്റെ ദ്വാരങ്ങളിൽ ഇതാവുന്നു, കാലുകൊണ്ട് താളം പിടിച്ചുകൊണ്ടിരിക്കുന്നു. തത്സിതം, ആ നിൽപ്പ്, ഭഗവാന്റെ ആ നിൽപ്പ്. തത്സിതം തവ, അങ്ങയുടെ ആ നിൽപ്പ് പരോക്ഷമപ്യഹോ, പരോക്ഷം കാണാത്തതാണ്, കാണുന്നത് പ്രത്യക്ഷം, കാണാത്തത് പരോക്ഷം. അത് ഗോപികൾക്ക് കാണാൻ പറ്റിയതല്ല. പക്ഷെ അവർ സംവിചിന്യ, ചിന്തിച്ചു. ഞാനിപ്പോൾ ആ കാട്ടിൽ പോയി ഒരു തണലത്ത് നിന്നിട്ട് ഈ വിധത്തിൽ ഓടക്കുഴൽ വിളിക്കേണ്ടത്, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കടി, ശ്രദ്ധിക്ക്, നോക്ക്, കണ്ടു. തൽസ്ഥിതം തവ പരോക്ഷമപ്യഹോ. അപ്പോൾ ഭഗവാന്റെ രൂപം കാണാൻ വയ്യെങ്കിലും അവരെ ഉള്ളുകൊണ്ട്, ആ ഉൾക്കണ്ണുകൊണ്ട് ആ ഭഗവാന്റെ രൂപത്തിനെ കാണുന്നു, ആ വേണുനാഥം മുഴുവനായി കേൾക്കുന്നു. അങ്ങനെ ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് സംവിചിന്യ, സമ്യക്കായിട്ട് ചിന്തിച്ചിട്ട് മുമുഹുർവ്രജ അങ്കനാഹ, ഹേ ഭഗവാൻ, ആ ഗോകുലത്തിലെ അങ്കനമാരെല്ലാവരും, കല്യാണം കഴിക്കാത്തവരും കല്യാണം കഴിച്ചവരും, അതാണ് വ്യത്യാസമില്ല എന്നർത്ഥം, എല്ലാവരും മോഹിച്ചു പോയി. ഭഗവാൻ കാട്ടിലെത്തിയാൽ ദിവസേന ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഒരു നല്ല തണലുള്ളതായ ഒരു വൃക്ഷച്ചുവട്ടിൽ, നല്ല മണ്ണൊക്കെ ഉള്ള വൃക്ഷച്ചുവട്ടിൽ നിന്ന് ഈ വിധത്തിൽ ഓടക്കുഴൽ വിളിച്ച് എല്ലാവരുടെ മനസ്സിനെയും ശാന്തമാക്കുക. അതാണ് സംഗീതം കേട്ടാൽ ആരുടെ മനസ്സാണ് ശാന്തമാവാത്തത്? അങ്ങനെ ശാന്തമാക്കാൻ വേണ്ടി ഭഗവാൻ ആ ഓടക്കുഴലിൽ തൻ്റെ വിരലുകൾ ചലിപ്പിച്ച് അതേസമയം പാദം കൊണ്ട് താളം പിടിച്ച്. ഇത് ഗോപികമാർ കേട്ടു, അവർ മനസ്സിൽ ഏകദേശം കണ്ടു. മുമുഹുർവ്രജാംഗനാഹ, അവർ വീണ്ടും വീണ്ടും മോഹിച്ചു. ശ്ലോകം 7. നിർവിശങ്ക ഭവതംഗദർശിനീഹി, യാതൊരു ശങ്കയും കൂടാതെ, യാതൊരു മടിയും കൂടാതെ ഭഗവാന്റെ അവയവങ്ങളെ, ആ ശരീരത്തിനെ കാണാൻ ഈ ഖേദരികൾക്ക് സാധിക്കും. അതാണ് നിർവിശങ്ക ഭവതംഗദർശിനീഹി ഖേദരീഹി. ആകാശത്തിൽ സ്ഥിതി ചെയ്യണു, അവർ സൂക്ഷ്മ ശരീരികളാണ്, ആരും കാണില്ല. അവിടുന്ന് അവർ ആരും കാണാതെ ഈ ഭഗവാന്റെ ആ ദേഹത്തിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. ഖഗമൃഗാൻ പശൂനപി, അവർ മാത്രമാണോ? അല്ല. ഖഗം പക്ഷികൾ, മൃഗങ്ങൾ, മാനുകൾ, പശൂൻ, എല്ലാ മൃഗങ്ങളും. പിന്നെയോ ത്വൽപദ പ്രണയി കാനനം ച, ഭഗവാന്റെ പാദങ്ങൾ പതിക്കുന്നത്, ആ പതിക്കുന്നതിലുള്ള പ്രണയം, അതാണ്. അവരെ ആ വിധത്തിൽ ഭഗവാനെ ആലിംഗനം ചെയ്തു. ത്വൽപദ പ്രണയി കാനനം ച താഹ ധന്യധന്യമിതി നന്വമാനയൻ, ഇവരൊക്കെയാണ് ശ്രേഷ്ഠന്മാർ, ധന്യന്മാർ, ധന്യന്മാരിൽ ധന്യന്മാർ. വെറും ധന്യന്മാരില്ല,
ധന്യന്മാരിൽ ധന്യന്മാർ എന്ന് അമാനയൻ മാനിച്ചു, ചിന്തിച്ചു. അപ്പോൾ ഖേദരികളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അവർ സൂക്ഷ്മ ശരീരങ്ങളായതുകൊണ്ട് അവിടെ നിന്ന് കാണാം, ഭഗവാന് കാണാം അവരെ. അതുപോലെ അവരുടെ ഭർത്താക്കന്മാർക്കും അവരെ കാണാം. പക്ഷേ ആ ഭർത്താക്കന്മാർക്ക് യാതൊരു അസൂയയില്ല. എന്തുകൊണ്ട്? ഭഗവാന്റെ മാഹാത്മ്യം അവർക്കറിയാം. അതുകൊണ്ട് അതാണ് നിർവിശങ്ക ഭവതംഗദർശിനി. തങ്ങളുടെ ഭർത്താക്കന്മാർ കാണുമല്ലോ എന്നുള്ള ചിന്ത പോലും വേണ്ടാന്നർത്ഥം. അങ്ങനെയുള്ള ആ ഖേചരികളും ആകാശത്തിൽ സഞ്ചരിക്കുന്ന വിദ്യാധരന്മാരുടെ, ഗന്ധർവന്മാരുടെ, പത്നിമാർ, പക്ഷികൾ, അവരെല്ലാം വൃക്ഷത്തിൽ വന്നിരിക്കും. എവിടെ ഭഗവാനുണ്ടോ അവിടെ വന്നിരിക്കും. മൃഗങ്ങൾ, എല്ലാ മൃഗങ്ങളും ആ ഭഗവാന്റെ അടുത്തേക്ക് വരും. പിന്നെയോ പശുക്കൾ ധാരാളം ഉണ്ട്. ആ പശുക്കളും ഇതിൽ പറയണു, ആ കാനനം പോലും, ജീവനില്ല എന്ന് നാം വിചാരിക്കുന്ന ആ കാനനം പോലും ഏറ്റവും ധന്യന്മാരിൽ ധന്യനാണ് എന്ന് ഈ ഗോപികൾ വിചാരിച്ചു.